ടബാർ പട്ടാർ. അങ്ങനെ നമ്മുടെ സെലിബ്രിറ്റി ഗസ്റ്റുകളൊക്കെ റെഡിയാണ്. അവരുടെ ഒരുപാട് തമാശകളും പിന്നെ ഗെയിംസും ആക്ടിവിറ്റീസും അതിൻ്റെ ഇടയ്ക്ക് ഉണ്ടാകുന്ന ചെറിയ ആവാശപ്പുറത്ത് ഉണ്ടാകുന്ന ആ ഒരു ടോക്സ് ഒക്കെ കേൾക്കാൻ വേണ്ടി എല്ലാവരും റെഡി ആയിട്ടിരിക്കാന്ന് എനിക്കറിയാം. ഈവൻ ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം ഇവർ വരുമ്പോഴേ എനിക്കും ഒരു ഓളം ഉള്ളൂ. ധാത്രി ദീദി ടമാർ പടാറിന്റെ 2 പടകളെ നമുക്ക് സ്വാഗതം ചെയ്യാം. നോബൽ ചേട്ടൻ ടീം ആൻഡ് നെൽസൺ ചേട്ടൻ ടീം. ചേഞ്ചസ് കാണുന്നുണ്ടല്ലോ. മെഡിക്കൽ സ്റ്റുഡന്റ് ആണോ? അത് കണ്ടപ്പോഴേ ഉള്ള അത് ആരുടെ ന്യൂസ് പേപ്പർ. പിന്നെ ഇതെന്താണ് ജാക്കറ്റ് ഒക്കെ ഇട്ട് നൈസ് ബ്രോ. ഹായ് എന്താണ് ഓക്കെ. ടീമിനെ ഒന്നുകൂടെ പരിചയപ്പെടേണ്ട ആവശ്യമുണ്ട്. കാരണം നമ്മൾ കണ്ട എപ്പിസോഡിൽ നിന്ന് എന്തൊക്കെയോ ഒരു വ്യത്യാസം ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ദാറ്റ് ഈസ് നോബി ചേട്ടന്റെ ടീമിൽ കാണണ്ടാത്ത കുറച്ച് പേരൊക്കെ വന്നിരിക്കുന്നു. അതായത് ആ ടീമിലുണ്ടായിരുന്ന അംഗങ്ങളെ അങ്ങോട്ടേക്ക് ആവാഹിച്ചെടുത്തിരിക്കുന്നു എന്നാണ് തോന്നുന്നത്. അങ്ങനെ കാണണ്ടാത്ത ഒരാളെന്ന് പറഞ്ഞതിന് നോബി പെട്ടെന്ന് എന്നെ തന്നെ നോക്കി. ഞാനിവിടെ മാറിട്ടൊരു പെൺകുച്ചിനെ കൊണ്ട് പറഞ്ഞു വിടാം. എങ്കിൽ നോബി ചേട്ടൻ ഓക്കെ. അപ്പൊ ഇതാണ് നോബി ചേട്ടന്റെ ടീം. നോബി ചേട്ടന്റെ ടീമില് വരദേശയുണ്ട്, പ്രതീഷ് ചേട്ടനുണ്ട്, സ്വാതികയുണ്ട് ആൻഡ് സ്റ്റെഫി ലിയോ. അതെ, എനിക്ക് എപ്പോഴും ഡൗട്ട് ഉണ്ട് ഈ സണ്ണി ലിയോണ്ട് ആരായിട്ട്. ഞാൻ സണ്ണി ലിയോണിന്റെ ആരുമല്ല. ഞാൻ ഡയറക്ടർ ലിയോൺ കെ തോമസിന്റെ സ്വന്തം സ്റ്റെഫി ലിയോൺ. നാട്ടുകാരെല്ലാരും ചോദിച്ചോളൂ. ഡൗട്ടാണ്, അത് വീണ്ടും ആവർത്തിച്ച് ചോദിച്ചു എന്നേ ഉള്ളൂ, മാറിപ്പോവാതിരിക്കാൻ. കുഴപ്പമില്ല. കൂൾ. ആൻഡ് ഇവിടെ നോക്കുകയാണെങ്കിൽ നെൽസൺ ചേട്ടന്റെ ടീം നമ്മുടെ കൊല്ലത്ത് നിന്നും കിടിലം ശ്രുതി ചേട്ടൻ, ശ്രുതിയുണ്ട്, വൈകയുണ്ട്, സ്വാസിക. അതെ, സിൽസില ശ്രുതി, കൊല്ലം ശ്രുതി എന്നുള്ളത് മാറി. കഴിഞ്ഞ കഥ ഇത് പുതിയ അധ്യായം. അയ്യോ എന്റെ നീലപ്പൊന്മാനെ ഞങ്ങളൊന്നും പറഞ്ഞു. ഓക്കെ. അപ്പൊ ഇന്നത്തെ എപ്പിസോഡില് നമ്മുടെ ശ്രുതി ചേട്ടൻ, അതായത് കൊല്ലം ശ്രുതിയുടെ പേര് കൊല്ലം മാറ്റി നീല പൊന്മാൻ ശ്രുതി. അതെനിക്ക് ശ്രുതിയോട് ഒരു ഡൗട്ട് ചോദിക്കാനുണ്ട്. ശ്രുതി, നമ്മുടെ എന്തുകൊണ്ടും ശ്രുതി തന്നെയാണ് ഈ ഷോയുടെ ആങ്കർ ആവേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മളെപ്പോഴും ധാത്രി ദീദി എന്നാണ് നമ്മുടെ സ്പോൺസറിന്റെ പേര് പറയുന്നത്. ഒന്ന് തിരിഞ്ഞ ശ്രുതി നോക്കിയേ, കറക്റ്റായിട്ട് ആ മുടിയൊക്കെ ഫുൾ അടിപൊളിയായിട്ട് വരുന്നത് ഇവിടെ ശ്രുതിയുടെ അടുത്ത്. എന്താണ് ധാത്രി ഉപയോഗിച്ചിട്ടാണോ ഇങ്ങനെ? ദിവസേന 2 നേരം ധാത്രിയുടെയാണ് എല്ലാം. ധാത്രിയുടെ എണ്ണ, ധാത്രിയുടെ ഷാമ്പു എല്ലാം ധാത്രിയാണ്. പ്രതീക്ഷ കണ്ടോ, ഞങ്ങൾ ധാത്രിയുടെ വിഗ്ഗാണ് ഇത് തമ്മിൽ നിങ്ങൾ സ്വന്തം ടീമിന്റെ ആൾക്കാരെ കളിയാക്കരുത്. നിങ്ങൾ ആകെ നോക്കണ വെച്ചാൽ മറ്റു ടീമുകളെ അവരുടെ ടീമിലുണ്ട് ധാത്രിയുടെ വിഗ് വെച്ചാണ്. അതെന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. നിനക്ക് ഭയങ്കര ധാത്രി. അപ്പൊ നമ്മളെല്ലാരും ഒരു ധാത്രി ദീദി കുടുംബാണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായിരിക്കാണ്. സോ ഇനി ഗെയിമിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഐശ്വര്യമായിട്ട് മറ്റൊരു ചടങ്ങുണ്ട്. അത് ഇടയ്ക്ക് വെച്ച് നമ്മൾ മറന്നുപോയിക്കൊണ്ടിരിക്കുന്നു. യെസ്, നമ്മുടെ ആ ഒരു വാശിയൊക്കെ വരണമെങ്കിൽ നമുക്ക് നമ്മൾ തുടങ്ങണം. ഇടത് കാല് മുന്നോട്ട് വെച്ച്, ഇടത് കൈ മുന്നോട്ട് വെച്ച് ലക്ഷ്യസ്ഥാനത്തേക്ക് നോക്കൂ. 1 2 3 ഗോ. അപ്പൊ എന്തായാലും 2 ടീംസിന്റെയും അറിവിന് വേണ്ടി ആദ്യത്തെ ഗെയിം എന്താന്നുള്ളത് ഞാൻ ഇപ്പൊ തന്നെ ഡയറക്ട്ലി പറയാൻ പോവാണ്. ഓക്കെ. ഓസ്ട്രേലിയയിൽ പോയിട്ടുണ്ടോ? പോയിട്ടുണ്ട്. നിങ്ങൾ എല്ലാരും പോയിട്ടുണ്ടോ ഓസ്ട്രേലിയയില്? അല്ല, ഞാൻ പോയിട്ടില്ല. അവിടെ മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേകത ജീവിയാണ് കങ്കാരു. ഓക്കെ, ശരിക്കും അത് കാങ്കറു എന്നാണ് പറയുന്നത്, നമ്മളാണ് കങ്കാരു എന്ന് പറയുന്നത്. ഇന്നത്തെ ഈ ഒരു ഗെയിമിന്റെ പേരെന്ന് പറയുന്നത് ഫിസി കാങ്കറു എന്നാണ്, അല്ലെങ്കിൽ ഫിസി കങ്കാരു എന്നും പറയാം. ഓക്കെ, അതെന്താന്നുള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. ഒരു കഥ പറഞ്ഞോട്ടെ. കഥ പറയണം. ഓസ്ട്രേലിയയിൽ വെച്ച് കങ്കാരുന്റെ ഒരു കഥ. കങ്കാരു എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. കങ്കാരു ഇതാണ് ഞാൻ കേട്ട് വളർന്നത്. നമ്മുടെ ഒരു ആർട്ടിസ്റ്റ്, ആർട്ടിസ്റ്റിന്റെ പേര് ഞാൻ പറയില്ല. ആർട്ടിസ്റ്റ് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഓസ്ട്രേലിയ പോയപ്പം കങ്കാരുവിനെ കാണണം എന്ന് പറഞ്ഞ് ഭയങ്കര വാശി. അങ്ങനെ പറയുന്നു, ചേട്ടാ പ്ലീസ് നമുക്കൊന്ന് കങ്കാരുവിനെ കാണാൻ പോവാന്ന് പറഞ്ഞിട്ട് അപ്പം നമ്മൾ ഈ കണ്ടോണ്ട് പിന്നെ അതിനെ കാണാൻ ഒരു ആകാംക്ഷയില്ല. അങ്ങനെ ഒരു ദിവസമായപ്പോൾ സ്പോൺസർ രാവിലെ വന്ന് വിളിക്കുന്നു, ഹലോ എഴുന്നേരെ,
കങ്കാരുവിനെ കണ്ട് വാന്നും പറഞ്ഞ് വിളിച്ച് ഇവിടെ നിന്ന് വണ്ടിയിൽ കൊണ്ടുപോയി. അപ്പം ഞങ്ങളടുത്ത് പറഞ്ഞു കണ്ടാ എന്ന് പറഞ്ഞിട്ട് ഇവിടെ നേരെ വണ്ടിയിൽ പോയി തിരിച്ചു കൊണ്ടുവിട്ടു. അപ്പം ഒരു ദയനീയമായൊരു മുഖമാണ് കണ്ടത്. സാധാരണ കങ്കാരുവിനെ കാണാൻ വേണ്ടി ആകാംക്ഷയോടെ കാത്തിരുന്ന ആർട്ടിസ്റ്റിന്റെ മുഖം ഒന്ന് വല്ലാതെ ഒന്ന് വിങ്ങി. ഞാൻ ചോദിച്ചു കണ്ടോ? കണ്ടു ചേട്ടാ. എങ്ങനെയുണ്ട്? വണ്ടി അടിച്ച് റോഡിൽ ചത്ത് കിടക്കുന്നല്ലേ കങ്കാരുവിനെ കൊണ്ട് കാണിച്ചത്. നമ്മൾ പോയപ്പോ ഒരു സംഭവം ഉണ്ടായിരുന്നു. അല്ല തമാശല്ല, തമാശാണ്. അങ്ങനെ ഓസ്ട്രേലിയ ചെന്ന കങ്കാരുവിനെ കാണുന്ന എല്ലാവരും പറഞ്ഞു. കങ്കാരുവിൻ്റെ ഇവിടുത്തെ ദേശീയ മൃഗമല്ലേ അവിടുത്തെ കങ്കാരുവിനെ കണ്ട് ഇങ്ങനെ കുറേ നേരം കണ്ടു വന്നിട്ട് നമ്മുടെ കൂടെ ഒരു ആർട്ടിസ്റ്റ് പറയാം, എന്ത് വേട നമ്മളെ ദേശീയ മൃഗം കാടുവാ എൻ്റെ കിടുക്ക് സംഭവം, ഇതെന്തുവാ ഇങ്ങനെ പിച്ച തട്ടി നടക്കുന്ന ഒരു ജീവി. അയ്യോ ഈ പറയുന്ന പിച്ച നടക്കണ്ട ഇപ്പൊ ഈ സ്റ്റേജില്. കാരണം അതാണ് ഗെയിം. അതുകൊണ്ടാണ് ഈ ഫിസി കങ്കാരു എന്നുള്ള പേരിട്ടിരിക്കുന്നത്. ഗെയിം എന്താന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. ഫിസി കങ്കാരു എന്നുള്ള ടാസ്ക് ആണ് ഇവർക്ക് ആദ്യം നമ്മൾ കൊടുക്കാൻ പോകുന്നത്. അതെങ്ങനെയാന്ന് പറഞ്ഞാൽ ഒരു ടീമിലെ 3 പ്ലെയേഴ്സ് ആയിരിക്കും ഇത് ചെയ്യുന്നത്. ആദ്യത്തെ ആ ഒരു പ്ലെയർ ബോൾ എടുത്ത് കാലിന്റെ ഇടയിൽ വെച്ച് ചാടി ചാടി അങ്ങേ അറ്റം വരെ എത്താം. അവിടെ നമ്മൾ ഒരുപാട് സോഡാ കുപ്പികൾ വെച്ചിട്ടുണ്ടാവും, അതിൻ്റെ അകത്ത് സോഡ ഉണ്ടാവും. അത് പൊട്ടിച്ച് കുടിച്ച് തീർത്തതിന് ശേഷം മാത്രം അതേ ടീമിലെ സെക്കൻഡ് പേഴ്സൺ സെയിം കാര്യം റിപ്പീറ്റ് ചെയ്യണം. ആൻഡ് ഒരു കാര്യം കൂടെ ഈ അവസരത്തിൽ പറയുന്നുണ്ട്, വൺസ് യു ഫിനിഷ് അപ്പ് ദ സോഡ മേക്ക് ഷുവർ എന്ന് ഏമ്പക്കം വിടണം. ശരി, അപ്പം റൂൾ 1 സോഡ ഫിനിഷ് ചെയ്ത്, അതായത് അവിടെ ബോളും കൊണ്ട് പോയി എത്തി സോഡ കുടിച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രമേ അതേ ടീമിലെ സെക്കൻഡ് പേഴ്സൺ പോകാൻ പാടുള്ളൂ. ഏമ്പക്കം വിടണം പറ്റുകയാണെങ്കിൽ. ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം, ഒരു ടൈം ലിമിറ്റ് ഉണ്ട്. ആ ടൈം ലിമിറ്റ് ഏമ്പക്കം വിടാനല്ല, ഈ അതാരാ അങ്ങനെ ഒരു ഹോയ് വിട്ടത്? രമണി, നീയാണോ ഹോയ് വിട്ടത്? ഞാനല്ല. സത്യം പറഞ്ഞ ആരാ അത്ര വലിയ ഹോയ് വിട്ടത്? പ്രേക്ഷകരെ, എനിക്കിനി ഒന്നും പറയാനില്ല. കളി തുടങ്ങി കഴിയുമ്പോൾ ഇതിന്റെ ഇടയ്ക്ക് ഞാൻ ഓരോ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ആൻഡ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് ധാത്രി ദീദി ഡമാർ പടാർ. കണ്ണഞ്ചുന്നൊരു നാടുണ്ടെങ്ങ് കണ്ണാടിക്കല് പേരാണ്, അടിതട ചോടും വരുതിയിലാക്കിയ വീരുതന്മാരുടെ ഊരാണ്. ഇങ്കി പിങ്കി പോങ്കി ഫാദർ ഹാഡ് ഡോഗി, ഫാദർ ഹാഡ് ഡോഗി ഡാഡ്, ഇങ്കി പിങ്കി പോങ്കി ഔട്ട്. നിങ്ങൾ അതിനേക്കാളും നല്ല ഞാൻ വെറുതെ പറഞ്ഞതാ, ഒന്നുമില്ല. ഇനി അതിനേക്കാൾ നല്ലത് ഉണ്ടാക്കണ്ട. നോബി ചേട്ടാ, ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നു. നോബി ചേട്ടന്റെ ടീമാണ് ആദ്യം ഇവിടെ ഈ ടാസ്ക് ചെയ്യാൻ എത്തുന്നത്. അപ്പൊ ഞങ്ങൾ 3 പേരും. ആരെയും 3 ഈ പേരും? കുട്ടികൾ സോഡ മാത്രമായിട്ട് കഴിക്കൂലെന്ന്. അയ്യടാ, ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്, എനിക്ക് സോഡ കുടിക്കാൻ പറ്റത്തില്ലെന്നാ ഞാൻ പറഞ്ഞത്. അച്ചാറും കൂടെ വേണമെന്നാണ് ആ കുട്ടി പറഞ്ഞത്, കേട്ടില്ലേ? അപ്പൊ എന്തായാലും നോബി ചേട്ടൻ, വരദ ആൻഡ് പ്രതീഷ് ആണ് 3 പേര് വരുന്നത്. ഓക്കെ, ഞങ്ങളെ വെറുതെ കളിക്കരുത്, 2 ചാക്കോ മാഷിന്റെ മക്കളാണ്. അറിയില്ലേ? ഇല്ല, എനിക്ക് അറിഞ്ഞില്ലായിരുന്നു. ആടുതാമര സഹോദരിമാര്. അപ്പന്റെ ഷർട്ടിന്റെ കൈ വിട്ടിയപ്പോ സഹോദരിമാരെ ഷർട്ടിന്റെ കൈ വിട്ടി. അതെ, സ്വന്തം ടീമിനെയാണ് ഇങ്ങനെ പറയുന്നതിനും കൂടെ ഉള്ള ബോധം. ഞങ്ങൾ പറഞ്ഞു ആടുതാമര സഹോദരിമാരാണ് കളിക്കരുത്. ക്ഷമിക്കാം. അപ്പൊ എന്തായാലും നിങ്ങൾ റെഡി ആണെങ്കിൽ നിങ്ങൾക്ക് 3 പേർക്ക് ഇവിടെ ലൈനപ്പ് ചെയ്യാം. സോ ദാറ്റ് വിൽ ബിഗിൻ ദ ഗെയിം. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഈ സോഡ എടുക്കുക, പൊട്ടിക്കുക. വെയിറ്റ്, സോഡാ ബാട്ടിൽ കഴുത്തുക്കുള്ള കൊല്ലിയെ പോട്ടത് യാരടാ? നിങ്ങൾ നോക്കിക്കോണേ സോഡ ഫുൾ കുടിച്ച് തീർക്കുന്നുണ്ടോന്നുള്ളത്. അയ്യോ, പൊട്ടിക്കാൻ അറിയില്ല. കുറച്ച് ചാടാം, കുഴപ്പമില്ല. ഇവർക്ക് ആർക്കും സോഡ പൊട്ടിക്കാൻ അറിയില്ല കേട്ടോ. സോഡ കേട്ടോ, സോഡ സോഡ. അടിയോ, ഇതൊക്കെ എങ്ങോട്ടാ പോകുന്നത്? ഇതിനൊക്കെയാണ് പ്രൈസ് കൊടുക്കേണ്ടത്. ഫുള്ള് കുടിക്കണോ? അത് എക്സ്ട്രാ ബോണസ് ആണ്. ആ എമ്പകം ശരിക്കുള്ള എമ്പകം പുറകെ വരും.
പകുതി കളയുക പകുതി അളിയാ വീണ്ടും ബോണസ്. അത് ഫുള്ള് കുടിച്ച് തീർക്കണം. Come on. Up, 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 up. Yes. പയ്യെ അതെ, ready ആയിട്ട് നിൽക്ക്. ഹലോ, പ്രതീക്ഷ ready ആയിട്ട് നിൽക്ക്. ഇനിയുണ്ടോ? ആ, 3 മിനിറ്റാണ് സമയം. അതാ വർദ്ധേച്ചി സോഡ പൊട്ടിക്കാൻ നോക്കാണ്. ഓ മിടുക്കി. യെസ്. റെഡി ആയിട്ട് നിന്നോളൂ. Okay, 10 seconds. 10, 9, 8, 7, 6, 5, 4, 3, 2, 1. So, ഇപ്പൊ നോക്കുകയാണെങ്കിൽ 4 ബോളുകളാണ് നമ്മുടെ നോബി ചേട്ടന്റെ ടീം ഇവിടെ എത്തിച്ചിരിക്കുന്നത്. അതിനടുത്ത് നമ്മുടെ നെൽസൺ ചേട്ടന്റെ ടീമാണ്. ടീം ക്യാപ്റ്റൻ നെൽസൺ ചേട്ടൻ അല്ലാണ്ട് ബാക്കി 2 പേർ ആരൊക്കെയാണ്? അതെന്തായിരുന്നു സോളത്തിന്റെ എഫക്റ്റാ? മിസ്റ്റർ അവിടെ ചെന്നിട്ടാണ് അമ്പക്കം ഇവിടെ ഉള്ളത്, ഇവിടെ നിന്നല്ല. Okay, your time starts now. ചാടി ചാടി വരണം. എമ്പക്കം പറ്റത്തില്ല എനിക്ക് മരുന്നില്ല. എമ്പക്കം പറ്റത്തില്ല ഇപ്പൊ പൊട്ടും. അടുത്ത നിമിഷം പൊട്ടിച്ചു. പൊട്ടുന്നു. തനിക്ക് പൊട്ടിക്കാൻ വയ്യെങ്കിൽ ഞാൻ പൊട്ടിക്കാം. ചെന്നൈയിൽ നിന്നും സോഡ പൊട്ടിക്കാൻ പറ്റില്ല. അത് പറ്റുമോ എന്ന് പൊട്ടിച്ചിരിക്കുകയാണ്. എന്താ കയ്യടി നോക്ക്. സോഡ കുടിക്കുന്നതിനാണ് ഇവിടെ പതപ്പിക്കല്ലേ, സോഡ വായിലിട്ട് പതപ്പിക്കല്ലേ. കൂടി അതെ, ഇപ്പൊ തന്നെ 2 മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. വേഗം 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 വേഗം. പോട്ടെ. വിളിക്കൂ. എനിക്ക് മരുന്നില്ല. ആത്മാവിന്ന് വരട്ടെ. സമയം തീർന്നു പോയി. സമയം തീർന്നു. അതൊരു 10 രൂപ സോഡ പോവും. അത് വേഗം കുടിക്കാം. ഓക്കേ, ഗുഡ്. ഏമ്പക്കം വരട്ടെ. 10 സെക്കൻഡ്. ഒന്നില്ല. ഏമ്പക്കെങ്കിലും 10 സെക്കൻഡ്. സമയം കഴിഞ്ഞു.
സമയം I'm കഴിഞ്ഞു. sorry, സമയം കഴിഞ്ഞിരിക്കുന്നു. അണ്ണന്റെ ഏമ്പൊക്കെ ഈ പോക്കറ്റ് കിടക്കണം. അല്ല എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത് വൈകയോടാണ്. എന്തായിരുന്നു വൈക ബോളിന് ഇത്ര അറ്റാച്ച്മെന്റ് വൈകയോട്? എല്ലാരും സാക്ഷിയാണ്, ആ ബോൾ എന്നെ വിട്ട് പോകുന്നില്ലായിരുന്നു. എനിക്ക് നെൽസൺ ചേട്ടനോടാണ് ചോദിക്കാനുള്ളത്, എന്തുകൊണ്ടായിരിക്കും ഏമ്പക്കം വരാതെ? എന്താണെന്നറിയത്തില്ല, എനിക്ക് അങ്ങനെ ഒരു വന്നില്ല. നിങ്ങൾ ഇവരുടെ ടീമിന് എല്ലാത്തിനും ഉള്ള ഒരു കോമൺ പ്രോബ്ലം ആയിരുന്നു. ആർക്കും നമുക്ക് വന്നില്ല. വരുന്നില്ലായിരുന്നു. ഞങ്ങൾക്ക് ആവശ്യത്തിൽ കൂടുതൽ. പക്ഷെ നീലപ്പൊന്മാന് കറക്റ്റ് ആയിട്ട് വന്നു കേട്ടോ. ആ ഞങ്ങൾ വളരെ ഡീസന്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. പബ്ലിക് ആയിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാൻ അപ്പൊ എങ്ങനെ നിങ്ങൾ ഇങ്ങനെ പിടിച്ചു വെച്ചിട്ട് വീട്ടിൽ പോയി വീർപ്പ് മുട്ടിയിട്ടാണോ ഇത് കണ്ടിട്ട് സ്വാസികയ്ക്ക് എന്താണ് തോന്നിച്ചത്? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പൊ ഒന്ന് കളിക്കണം തോന്നുന്നുണ്ടോ? അറ്റ്ലീസ്റ്റ് സോഡ കുടിക്കണമെങ്കിൽ come on സ്വാസിക, you can do it. വേഗം come up up സ്വാസിക, സ്വാസിക. ഒരു നല്ല കയ്യടി കൊടുക്കാം. ഒപ്പം തന്നെ yes, ഒപ്പം തന്നെ ശ്രുതിയും വരുന്നതായിരിക്കും. come on ശ്രുതി and സ്വാസിക, come on. സ്വാസികയും ശ്രുതിയുമാണ് ഏറ്റുമുട്ടാൻ പോകുന്നത്. Okay, your time starts now. മിടുക്കി പൊട്ടിച്ച സോഡ പൊട്ടിച്ചോണ്ടിരിക്കുകയാണ് ഇവിടെ ശ്രുതി. ഡിസാസ്റ്റർ ആക്കരുത്. പതിയെ കയ്യിലെടുത്ത് പിടിച്ച് ചെയ്യാ. യെസ്, സ്വാസികയും ശ്രുതിയും ഒരേപോലെ തന്നെ ഒരേ സമയത്ത് അതാ സോഡ പൊട്ടിച്ച് കുടിച്ചോണ്ടിരിക്കുകയാണ്. ഇവരിൽ ആരാണ് ഏറ്റവും കൂടുതൽ കുടിക്കുന്നത് എന്നുള്ളത് നമുക്ക് പറയാം. എന്റെ അമ്മ വൻപം കുടിയാണല്ലോ. ആരാ പറഞ്ഞ ആമ്പിള്ളേരെക്കാട്ടിൽ ശക്തിയാ പെമ്പിള്ളേർക്ക് എന്നുള്ളത് ഇപ്പൊ മനസ്സിലായില്ലേ? നോക്ക്. പ്ലീസ് ഇവിടെ ഓൾറെഡി ഗ്യാസ് പോയി. ഈ കളിയിൽ ജയിച്ചിരിക്കുന്നത് കൺഗ്രാറ്റുലേഷൻസ്. ആൻഡ് നമ്മുടെ ശരിക്കുള്ള റിയൽ ഗെയിമില് ഇപ്പോൾ ജയിച്ചിരിക്കുന്നത് നെൽസൺ ചേട്ടാ, അറിയാലോ ആരാണെന്നുള്ളത്, നോബി ചേട്ടനാണ്. എനിക്ക് തോന്നുന്നു നോബി ചേട്ടാ സ്വർണ്ണ കിരീടം വെക്കാനുള്ള യോഗം ഇപ്രാവശ്യം നോബി ചേട്ടനാണെന്നാണ് തോന്നുന്നത്. എന്റെ നാക്ക് പൊന്നായിക്കോട്ടെ, അല്ലെങ്കിൽ തല്ലിക്കൊല്ലരുത്. ഇപ്പൊ എന്തായാലും അടുത്ത ഗെയിമിലേക്ക് പോയാലോ? അതിലെങ്കിലും നിങ്ങൾ ജയിക്കണം. അങ്ങനെ നമ്മുടെ ആദ്യത്തെ ടാസ്ക് ആയ ഫിസിക് കങ്കാരു എന്ന് പറയുന്ന ആ ഒരു ഗെയിം കഴിഞ്ഞിരിക്കുകയാണ്. നോർമലി നമുക്ക് എപ്പോഴും നമ്മുടെ നെൽസൺ ചേട്ടന്റെ കയ്യിൽ നിന്നാണെങ്കിലും അല്ലെ നോബി ചേട്ടന്റെ കയ്യിൽ നിന്നാണെങ്കിലും നമ്മുടെ സുധി ചേട്ടന്റെ കയ്യിൽ നിന്നാണെങ്കിലും എന്തെങ്കിലുമൊക്കെ അവരുടെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും തമാശയൊക്കെ നമുക്ക് കേൾക്കാറുണ്ട്. ഒരു സ്കിറ്റോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു പെർഫോമൻസ് കാണും. പക്ഷെ ഇന്ന് നിങ്ങളെ എല്ലാവരെയും ഞങ്ങൾ കുറച്ചുപേര് സർപ്രൈസ് ചെയ്യാൻ വിചാരിക്കുകയാണ്. നിങ്ങളെ മാത്രമല്ല, പ്രേക്ഷകരെ നിങ്ങൾക്കും ഉണ്ട് സർപ്രൈസ്. അത് മറ്റൊന്നുമല്ല, നോർമലി സീരിയലൊക്കെ കാണാൻ എല്ലാ സീരിയൽസും ഒരുമിച്ച് എല്ലാവർക്കും കാണാൻ പറ്റത്തില്ല. പക്ഷെ ഇന്ന് നമ്മൾ ഇവിടെ ഒരു അവസരം തരുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട സീരിയലിലെ താരങ്ങളൊക്കെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് കൂടിയാൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? യെസ്, ഈ പറഞ്ഞു തരുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത്, ചന്ദ്രമഴയിലെ അഭിഷേകേട്ടൻ നമ്മുടെ കൂടെയുണ്ട്. അത് മാത്രമല്ല, സീതയിലെ സീതേച്ചി ഇവിടെയുണ്ട്. പിന്നെ വലിയ സ്മാർട്ട്നെസ് ഒക്കെ കളിച്ച് തോൽവി ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും ദുഷ്ടത്തിയായിട്ട് ചെയ്യുന്ന നൈന എന്ന് പറയുന്ന ഭാര്യ സീരിയലിലെ ഞാൻ ഇവിടെയുണ്ട്. അപ്പൊ നമ്മൾ 3 പേരും കൂടെ ഒരു സ്ഥലത്ത് കൂടിയാൽ എന്തായിരിക്കും സംഭവിക്കുക? കാണാം, അടിയോടടി പൊരിഞ്ഞ അതായിരിക്കും എല്ലാരും വിചാരിക്കുന്നത്. വില്ലേജ് ഓഫീസ്. അതെ, ഈ സ്ഥലം എന്ന് പറയുന്നത് സീതേച്ചിയുടെ വില്ലേജ് ഓഫീസിലാണ് കണ്ടുമുട്ടാൻ പോകുന്നത്. ഈ സീതേച്ചിയുടെ വില്ലേജ് ഓഫീസിൽ എത്തുന്നത് ചന്ദ്രമഴയിലെ അഭിഷേകും ഭാര്യയിലെ നൈനയും കൂടിയാണ്. കണ്ടു. മേഡം ചായ വേണോ? വേണ്ട. ഒരു കാപ്പിയെങ്കിലും വേണ്ട. സീത, അഭിഷേക് എന്താ ഇവിടെ? ഞാൻ എന്റെ പോക്കുവരവ് ഒന്ന് ശരിയാക്കാൻ. അല്ലെങ്കിലും ഈ ഇടയായിട്ട് അഭിഷേകിന്റെ പോക്ക് വരവൊന്നും അത്ര ശരിയല്ലല്ലോ. അയ്യോ സീത, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. എന്റെ പോക്കുവരവ് സർട്ടിഫിക്കറ്റ് ഒന്ന് കിട്ടാൻ ശരിയാക്കാൻ വേണ്ടി വന്നതാണ്. എന്ത് പറ്റി അഭിഷേക്? ദേശായി കുടുംബത്ത് ഞാനും അർജുൻ ദേശായും തമ്മിൽ അതിഭീകരമായ സ്വത്ത് തർക്കം. അഭിഷേക്, ദേശായി കുടുംബത്ത് ഇത് എന്ത് സംഭവിച്ചു അഭിഷേക്? നിങ്ങൾ ചേട്ടാനിയെ
നല്ല സ്നേഹബന്ധത്തിലല്ലായിരുന്നോ? ഇനി ഇതെങ്ങനെ സംഭവിച്ചു അഭിഷേക്? സ്നേഹം പറഞ്ഞോണ്ടിരുന്നിട്ട് റേറ്റിംഗ് കൂടുന്നില്ല എങ്കിൽ പിന്നെ ഇങ്ങനെ നോക്കാം. സോറി, അർജുൻ ദേശായും എനിക്കും തമ്മിൽ ഒന്നിച്ചു പോകാൻ പറ്റില്ല. ഞങ്ങൾ സ്വത്ത് തർക്കം കാരണം അതിരൂക്ഷമായിട്ട് അടിച്ച് പിരിയാൻ തീരുമാനിച്ചിരിക്കുന്നു. ശരിക്കും? തീർച്ചയായും. ശരി, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എനിക്ക് പോക്കുവരവ് സർട്ടിഫിക്കറ്റ് ഒപ്പിട്ട് തരണം. പറ്റില്ല അഭിഷേക്, ഞാൻ ഒപ്പിട്ട് തരില്ല. എന്ത്? ഞാൻ ഒപ്പിട്ട് തരില്ല. സീത, ഇതൊക്കെ അറിയാമല്ലോ. ദേശായ കുടുംബം എന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് ആശയുള്ള വലിയൊരു കമ്പനിയാണ്. അത് രണ്ടായിട്ട് പിളർന്നാൽ അതിൽ ഒരു ഭാഗം എനിക്ക് കിട്ടും. ആ ഭാഗത്തിൽ നിന്ന് സീത ചോദിക്കുന്ന എത്ര ലക്ഷം വേണമെങ്കിലും ഞാൻ തരാം. ചെമ്പകശ്ശേരി മനയിലെ സീതയ്ക്ക് ഒരൊറ്റ വാക്കേ ഞാൻ ഒപ്പിട്ട് തരില്ല, തരില്ല, തരില്ല. എന്താണ് സീത ഇങ്ങനെ പറയുന്നത്? മനസ്സാക്ഷി വേണ്ടേ? എന്തുകൊണ്ട് സീത ഒപ്പിട്ട് തരില്ല? അഭിഷേക്, എനിക്ക് ഒപ്പിടാൻ അറിയില്ല അഭിഷേക്. തമ്പിൻ പ്രശ്നം മതിയോ? ഉള്ള ഇംപ്രഷൻ കളഞ്ഞു. ശരി. ബൈ ദ വേ, ഞാൻ കഴിഞ്ഞ ആഴ്ച ഇതേ ആവശ്യത്തിനായിട്ട് ഇവിടെ വന്നിരുന്നു. അപ്പോൾ സീതയെ കണ്ടില്ല. അയ്യോ, കഴിഞ്ഞ ആഴ്ച നമുക്ക് സീരിയൽ ഉണ്ടായിരുന്നല്ലോ, കോമഡി അവാർഡ്സിന് പോയിരിക്കില്ലായിരുന്നു എല്ലാവരും. അല്ല, എന്താ ചോദിച്ചേ? എന്തുകൊണ്ട് സീതയെ കണ്ടില്ല ഇവിടെ? അഭിഷേക്, അതൊരു നീണ്ട കഥയാണ് അഭിഷേക്. പറഞ്ഞോളൂ, മെഗാ അല്ലേ? എന്റെ വയറ്റിലൊരു കുരുന്ന് ജീവൻ മുളയ്ക്കുന്നുണ്ട് അഭിഷേക്. കുറച്ച് ഫാക്ടറി ബോക്സ് ചാണകം കുറച്ചും കൂടെ വളരും അത്. അഭിഷേക്, കണ്ടിന്യൂ. സീതേച്ചി, സീതേച്ചി. അയ്യോ അഭിഷേക് ഏട്ടൻ. നയന, സീതേച്ചി. എന്താ നയന നീ ഇവിടെ? എന്താ വിശേഷം? സീതേച്ചി, എനിക്ക് വിശേഷമുണ്ട്. നിന്റെ വയറ്റിലും കുരുന്ന് ജീവൻ മുളയ്ക്കുന്നുണ്ടോ? സീതേച്ചി, എനിക്കൊരു ഫേവർ ചെയ്യണം സീതേച്ചി. അഭിഷേകേട്ട സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? വലിയ ഇതൊക്കെ കേട്ടപ്പം എങ്ങനെ സന്തോഷം വരാതിരിക്കും? ദേശായിലെ എല്ലാവരോടും എന്റെ അന്വേഷണം പറയണം കേട്ടോ. തീർച്ചയായിട്ടും. ഞങ്ങൾ സ്വത്ത് വിഭജിക്കുകയാണ്. വേണമെങ്കിൽ ഒരു ഭാഗം കുട്ടിക്കും തരാം. ആണോ? പൈസ ഒരുപാട് കിട്ടുമെങ്കിൽ ഞാനും എന്റെ അമ്മയും വരാം. വേണമെങ്കിൽ എന്റെ കൊച്ചിന്റെ അച്ഛൻ. വേണ്ട, ഉള്ളത് കൊണ്ട് തന്നെ തൃപ്തനായിട്ടിരിക്കും. എന്നാ ഞാനിപ്പോ വരാവേ. സീതേച്ചി, പറയൂ. അപ്പം എനിക്ക് ഒരു ബർത്ത് സർട്ടിഫിക്കറ്റ് വേണമായിരുന്നു എന്റെ കുട്ടിക്ക് വേണ്ടി. അതിന് കുഞ്ഞ് ജനിച്ചില്ലല്ലോ നയന. ഇല്ല, അത് സ്ക്രിപ്റ്റ് റൈറ്റർ പറഞ്ഞിട്ടില്ല എന്നാന്നുള്ളത്. പക്ഷേ ബർത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കണമെങ്കിൽ കുഞ്ഞിന്റെ അച്ഛൻ ആരാണെന്ന് എനിക്ക് ബോധ്യപ്പെടണം. തീർച്ചയായും. ഈ കുഞ്ഞിന്റെ അച്ഛൻ ആരാണ് നയന? എനിക്കറിയില്ല. ആരാണ് ഈ കുഞ്ഞിന്റെ ഉത്തരവാദി? പറയൂ, ആരാണ് ഈ കുഞ്ഞിന്റെ ഉത്തരവാദി? നയന, ആരാണ് ഈ കുഞ്ഞിന്റെ ഉത്തരവാദി? നിങ്ങൾ ആരുമല്ല. ഇത് കണ്ടോണ്ടിരിക്കുന്ന പ്രേക്ഷകരെ നമ്മളാണ് ഇതിന്റെ ഉത്തരവാദി. വേറെ പോയിണ്ട. ഇത് ശരിക്കും ഒരു ഉത്സവ പറമ്പ എന്നൊക്കെ വിചാരിക്കും. പക്ഷെ ഏകദേശം അതുപോലെയൊക്കെയുള്ള ഒരു ടാസ്ക് തന്നെയാണ് ഇനി നിങ്ങൾക്ക് തരാൻ പോകുന്നത്. ടാസ്ക് ചെയ്യുമ്പോൾ അറ്റ് എ ടൈം 2 പേരായിരിക്കും ഉണ്ടാവുക. നിങ്ങൾ 2 പേരും ഇങ്ങനെ ബാറ്റിലായിട്ട് വെക്കുക, എന്നിട്ട് പ്രസ് ചെയ്ത് പൊട്ടിക്കാൻ നോക്കണം. യെസ്. സോ നെൽസൺ ചേട്ടാ, ആരാണ് ആദ്യം വരാൻ പോകുന്നത്? ഇത് ബലൂണൊന്നും വേണ്ടേ? അങ്ങനെ പറ്റില്ല, പൊട്ടിക്കാൻ ബലൂൺ വേണം, എന്നാലേ പറ്റുള്ളൂ. ബാക്കി ടീം മെമ്പേഴ്സ്, നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഈ ബലൂൺ ബേസ്റ്റ് ആയെന്ന് അറിഞ്ഞാൽ
അടുത്ത രണ്ടുപേരും റെഡി ആയിട്ടിരിക്കണം, വേഗം വന്നിട്ട് ചെയ്യാൻ വേണ്ടി. കാരണം നിങ്ങൾക്ക് തന്നിരിക്കുന്ന പെർട്ടിക്കുലർ ടൈമിൽ നിന്നും ആര് വേഗം ബലൂൺ പൊട്ടിക്കും എന്നുള്ളതാണ് ടാസ്ക്. ഓക്കെ, ടൈം സ്റ്റാർട്ട്സ് നൗ. തിരിഞ്ഞേക്ക് പൊടിക്കാം. ഇപ്പൊ 2 ബലൂണല്ലേ പൊട്ടിക്കാൻ പറ്റിയിട്ടുള്ളൂ. You can take another balloon. അടുത്ത ബലൂൺ എടുത്തോ. വാ. പിള്ളേർ കൊള്ളാം. എന്താ കളി കളി കളി. ആചാരപടിക്ക് ഇതാ ബെസ്റ്റ്. ഇവന്റെ വാപ്പായ ദുബായിലായിരുന്നു, ഒന്ന് കാണാമെന്നതാ. പണിയും കഴിഞ്ഞ് അടുത്ത വിമാനത്തിൽ ബാപ്പാക്ക് ദുബായിക്ക് പോകേണ്ടതാ. ഇവിടെ ഇപ്പം നെൽസൺ ചേട്ടന്റെ ടീം പൊട്ടിച്ചിരിക്കുന്നത് 4 ബലൂൺസ് ആണ്. ഇനി അടുത്തത് ഇവിടെ എത്താൻ പോകുന്നത് റെഡി ആയിട്ട് സ്റ്റെഫി എത്തിയിട്ടുണ്ട്. പക്ഷെ കൂടെ ആരാണ്? ഓക്കെ, ടൈം സ്റ്റാർട്ട്സ് നൗ. കൈമാറ്റാം കുറച്ചുകൂടെ താഴെ വെക്കാം. കൈമാറ്റാം. വേഗം കേറിക്കോ. മാറ്. അത് പറ്റിയ Yes, come on, you can do it. ഇല്ല.
വേറെ വല്ല പണി നോക്കണേ. കിരീടം മിക്കവാറും അവർക്ക് പോകുന്നുണ്ട്. വേഗം, up, 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 വേഗം, തള്ളല്ലേ തള്ളല്ലേ ഇതെടുക്ക്. അടുത്ത ബലൂൺ എടുക്ക്. അടുത്ത ബലൂൺ എടുക്ക്. Bond. James Bond. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇവിടെ പ്രതീക്ഷേട്ടനും നോബിച്ചേട്ടനും കണ്ടിന്യൂസ് ആയിട്ട് നിന്ന് പൊട്ടിച്ചോണ്ടിരുന്നു. പക്ഷെ എന്നാലും നിങ്ങൾക്ക് 3 പൊട്ടിക്കാൻ പറ്റിയിട്ടുള്ളൂ. നമ്മളോ 4. നിങ്ങൾ 4 പൊട്ടിച്ചിരിക്കുന്നത്. അപ്പം ഈ ഒരു കോമ്പറ്റീഷൻ വളരെ രസകരമായിരുന്നു. എങ്കിലും കറക്റ്റ് ആയിട്ട് റൂൾസ് ഒക്കെ പാലിച്ചത് ഞങ്ങളായതുകൊണ്ട് ആ ടീമായോണ്ട് അവര് 4 ബലൂണും പൊട്ടിച്ചേക്കുന്നു. അതുകൊണ്ട് ചേട്ടാ ഗെയിം കഴിഞ്ഞു. നിങ്ങളുടെ ഈ ഒരു വിജയത്തിന്റെ എന്തുകൊണ്ടായിരിക്കും അതിന്റെ സീക്രട്ട്? അത് നമ്മളിങ്ങനെ തള്ളി 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 ഇന്ന കാര്യം നടക്കത്തില്ല. ഇങ്ങനൊക്കെ ഒറ്റ അടി. ഇങ്ങനെ തള്ളി 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 നിന്നിട്ട് കാര്യമില്ല. സുധിച്ചേട്ടൻ ഒന്നും മിണ്ടാനില്ല. സുധിച്ചേട്ടന് എടുക്കുന്ന മൊത്തം നീല കളറായിരുന്നു. നീലപ്പൊന്മൻ സുധി എന്നുള്ള പേരുള്ളതാണെന്ന് അറിയത്തില്ല. ലാസ്റ്റ് സുധിച്ചേട്ടൻ ഒരൊറ്റ നീല എണ്ണം നോക്കിയപ്പോ ആരെയും കണ്ടില്ല. തീർന്നു. അതെന്തായിരുന്നു? അതിന് മൂർച്ച ഉണ്ടായിരുന്നു. അതാ എനിക്ക് അങ്ങനെ കാണണം. ഒന്നും ബലൂട്ടാരും വരുമ്പോ എന്താ അതെ മൂർച്ചനെ ഒന്നും കൂടെ കാണാൻ, ഷാർപ്പിനെസ് ഒന്ന് കാണാൻ. പെണ്ണെ നീല എടുക്കരുത്. നീലാണോ വേണ്ടേ? വേണ്ട 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 അല്ലാത്ത മതി. നീല മതി. എനിക്ക് നീല മതി. നീല ഹായ് നീലപ്പൊന്മാൻ. കണ്ടാണോ ഷാർപ്പ്നെസ്? ഒറ്റയ്ക്ക് അതെനിക്കൊരു ഡൗട്ട് ഉണ്ട്. ഇതും കൊണ്ടൊന്ന് പൊട്ടിച്ചേ. ഇന്നലെ മൊത്തം മൊന ഇടുന്ന ഞാൻ കണ്ടതാ. എന്താടാ നേരത്തെ അറിഞ്ഞെന്ന് തോന്നുന്നു. ഒരു മിനിറ്റ്. രണ്ടെണ്ണം പൊട്ടിച്ചില്ല, മൂർച്ച പോയി കാണും. ഇത് നീല മാത്രമേ പൊട്ടു. എന്റെ ദൈവമേ. ഞാൻ വീട്ടിൽ കൊണ്ടുപോയിരുന്നു തേങ്ങ പൊതിക്കാൻ. സോ ടീംസ്, ഇനി നമ്മൾ കളിക്കാൻ പോകുന്ന ഗെയിമിന്റെ പേരാണ് ഹൂളാഹു. ഇതാണ് സംഭവം. ഇതിലൊന്നും നോബിച്ചേട്ടാ ഒരു കാരണവശാലും ഈ ഗെയിമിന് ഇറങ്ങരുത്. അവിടെ സ്റ്റക്കായി പോയാൽ പിന്നെ ആംബുലൻസ് വിളിക്കണം. അതുകൊണ്ട് ദയവായിട്ട് ഇറങ്ങി. ഈ സംഭവം ദാ ഇങ്ങനെ ഇട്ടിട്ട് നമ്മള് സിനിമയിലൊക്കെ കാണാറില്ലേ, ഇങ്ങനെ ആക്ച്വലി ചെയ്താൽ മതി. പക്ഷെ ഇത് ഏറ്റവും കൂടുതൽ സമയം ആ റിങ് കറക്റ്റ് ആയിട്ട് ഈ വേസ്റ്റിലിട്ട് ആർക്കാണോ ചുറ്റിക്കാൻ പറ്റുന്നത് അവരായിരിക്കും വിന്നർ. ഓക്കെ, നിങ്ങളുടെ ടീമിൽ നിന്നും ചെല്ല് സ്വാസിക വരൂ.
സ്റ്റെഫി. Keep doing it. Your time starts now. ഇല്ല wait. രണ്ടുപേരും ഏകദേശം ഒരേപോലെയാണ്. Oh, superb. Okay, Steffi is in the scoring of third. ഇവളാ രണ്ടാമതുമായി. മൂന്നാമതുമായിരിക്കുകയാണ്. ഒരു പ്രാവശ്യം കിട്ടിയിട്ടുണ്ട് കേട്ടോ, അത് കുഴപ്പമില്ല. Okay, ദാ ഇവിടെ. Guys, one last time നിങ്ങൾ ഒരുമിച്ച് ഒരേപോലെ എടുക്കണം. Okay, one side. I think Steffi has done better than Swastika. Okay? സാധികയും വൈകയുമാണ് ഇനി കോമ്പറ്റീറ്റ് ചെയ്യാൻ പോകുന്നത്. ദാ. Okay? Your time starts now. ഈ തെണ്ടികളോട് ഒന്നിച്ചിരിക്കുന്നെന്ന് പറഞ്ഞാൽ അതാണ് എന്റെ പ്രശ്നം. ഇതെന്താണ് മേളീന്ന് കുളിച്ചു വരുമോ? Good. അയ്യോ, ആർക്കും ഇതുവരെ കിട്ടിയിട്ടില്ല. രണ്ടുപേർക്കും കിട്ടുന്നില്ല. സാധിക is almost near. അപ്പൊ എന്തായാലും എനിക്ക് തോന്നുന്നു സാധികയ്ക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. കമാൻ സാധിക, you can do it. വൈക ഒന്ന് ട്രൈ ചെയ്യാനെങ്കിൽ കിട്ടും. കൂട്ടുന്നുണ്ട്. പക്ഷെ എനിക്കൊന്ന് പിന്നെ കുറച്ചും കൂടി ഒരു സെക്കൻഡ്സ് വ്യത്യാസത്തിന് സാധിക ചെയ്യുന്നുണ്ടായിരുന്നു. അതൊന്നുമില്ല, അങ്ങനൊന്നും സാധികനെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവൻ ദ ക്യാമറ ഓൾസോ സാധികനെ കണ്ടിട്ടുണ്ട് ഒരു ഫ്യൂ സെക്കൻഡ്സ് കൂടുതൽ നിൽക്കുന്നത്. ക്യാപ്റ്റന്മാർക്ക് ഈ പണി കൊടുത്താലോ? അതല്ല നല്ലത്. ലാസ്റ്റ് വൺ ക്യാപ്റ്റന്മാർക്ക് പണി കൊടുക്കാന്നുള്ളതാണ് സാധാരണ ഒരു ഷോയുടെ റൂൾ അനുസരിച്ച്. അപ്പം എനിക്ക് തോന്നുന്നു ഈ നമ്മുടെ ഇവിടുത്തെ ഏറ്റവും കിടിലം ക്യാപ്റ്റനായ നോബി ചേട്ടനും ഇവിടുത്തെ കിടിലം ക്യാപ്റ്റനായ നെൽസൺ ചേട്ടൻ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇതില് എനിക്ക് ഉറപ്പുണ്ട് നോബി ചേട്ടൻ ജയിക്കാൻ ചാൻസ് ഉണ്ട്. നോബി ചേട്ടൻ കാരണം ഇത് കറങ്ങില്ല, ഇത് അവിടെ തന്നെ എന്നൊക്കെ ഞാൻ പറയുന്നത് എന്തിനാന്നറിയോ? നോബി ചേട്ടൻ ജയിച്ച് കാണാൻ വേണ്ടി. ഇല്ലടോ, എനിക്കും കൂടെ കയറി നിൽക്കാനുള്ള സ്ഥലം. എന്തോന്നടേ ഇത്? ഇതിന് വട്ടുണ്ടോ? നമുക്ക് പ്രാന്താണ്. എന്റെ ദൈവം, ആലോചിക്കണം എങ്ങനെയാണ് കേറിയത്. Ready, 1, 2, 3, go. കാല് ചേർത്ത് വെക്ക്. ഇത് ചെയ്യും. ശരിയായിട്ടില്ല. നോബിചേട്ടൻ എന്താ ചെയ്യണെന്നറിയോ? പക്ഷെ ഇതെങ്ങനെയാന്നറിയോ? ഐ ആം എ ഡിസ്കോ ഡാൻസർ. ആരും ചെയ്തില്ല. അപ്പൊ 2:1 എന്നുള്ളൊരു സ്കോറിലാണ് ഇപ്പൊ നിൽക്കുന്നത്. അതായത് ലാസ്റ്റ് ആയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നെൽസൺ ചേട്ടൻ
പിടിച്ചു നിന്നു. യു ബിക്കേം ഫസ്റ്റ്. പക്ഷേ 2 times നിങ്ങളെക്കാട്ടിലും നന്നായിട്ട് ചെയ്തത് ഇവരാണ്. അവന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ എന്റെ നാക്ക് പൊന്നാകാൻ പോവുകയാണ്. എന്താണ് കിരീടം? ആ കിരീട ധാരണ എന്തായിരുന്നു? ധാരണ. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. കിരീടധാരണ സമയമായിരിക്കുകയാണ്. കിരീടം വെക്കണ്ടേ? ആർക്ക്? അവർക്ക്. അവിടെ നമ്മൾ നന്നായിട്ട് കൈയടിച്ചു കൊടുക്കുക. യെസ് രാജാവേ, വന്നാലു വന്നാലു. ധാത്രി ദീദി ദമാർ പടാറിന്റെ ഇന്ന് ഷോ വൈൻഡപ്പ് ചെയ്യുമ്പം നമ്മുടെ രാജാവായിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്നത് ഇന്നത്തെ എപ്പിസോഡിൽ ജയിച്ചിരിക്കുന്ന നമ്മുടെ നോവിച്ചാണ്. വീട്ടിൽ ചെന്നാലും കിരീടം വെക്കണം. ഇവിടെ Oh my God. ഹലോ, അവിടെ ആവശ്യത്തിൽ തള്ളുണ്ട്. ഇനി കൂടുതൽ ഇങ്ങനെ തള്ളണ്ട. King. അതുപോലെ തന്നെ ഒട്ടും പിന്നിലല്ല, പക്ഷേ ഇന്ന് അവർക്ക് വേണ്ടി കിരീടം കൊടുത്ത് അതെ അതെ അതെ. സ്വന്തം തല ഫ്രീ ആക്കി. എന്ത് വൈരാഗ്യത്തിലെ നോട്ടും ഭാവങ്ങളും. അണ്ണം വിഷമിക്കുന്നുണ്ട്. ഇത് കൊണ്ടുപോയി ആട്ടിനെങ്കിലും കൊടുക്കാം. നിങ്ങളെ വീട്ടിൽ ആടുന്ന് സന്തോഷിക്കും ഈ എപ്പിസോഡ് കാണുമ്പോൾ. Congratulations. എന്നെ പിടിക്കാൻ ഞാൻ കഴിവ് തെളിയിച്ചില്ലേ? അതെ, സുധിചേട്ടൻ നീല ബലൂണുകളെല്ലാം പൊട്ടിച്ച് ശരിക്കും ഒരു നീല പൊന്മാൻ സുധിയാണെന്നുള്ളത് തെളിയിച്ചിരിക്കുകയാണ്. കൺഗ്രാറ്റുലേഷൻ. നാളെ അടുത്ത കളർ ഇട്ടുകൊണ്ട് വന്നാൽ നമുക്ക് വീണ്ടും ഇതുപോലെ പുതിയ പുതിയ പേരുകളൊക്കെ ഇടാം. ഇനി വരുന്നില്ലേ? ഷർട്ട് ഇട്ട് വരുന്നില്ല? സത്യം പറയണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ഇന്ന് ഞങ്ങൾക്ക് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കാണ്. ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുപോലെ തന്നെ ഒരുപാട് ഫൺ ലോഡഡ് എപ്പിസോഡുമായിട്ട് ഇനി ഞങ്ങൾ വരും. അതിന് മുമ്പ് ഇന്ന് നമ്മൾ ആക്ഷൻ സോങ് ആണോ, ഡാൻസ് ആണോ, പാട്ടാണോ, എന്താണ്?